നമ്മൾ ഗിയറിലും റെട്ടാർഡറും എല്ലാം ഒക്കെ ആയിട്ട് പിടിത്തം ബ്രേക്ക് വളരെ കുറവ് കേട്ടോ. യൂറോപ്പ് എന്ന് പറയുന്ന സാധനം കാണണമെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ യൂറോപ്പ് കാണുള്ളൂ. ജർമ്മനിയിലാണുള്ളത്. ഈ പാലത്തിന് നടുക്കൂന്ന് നമ്മൾ ഫ്രാൻസിലേക്ക് കയറും കേട്ടോ. വെള്ളത്തിൻ്റെ ഉള്ളിലാണ് ബോർഡുണ്ട് ഫ്രാൻസ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പുറത്ത് ഡച്ച്ലാൻഡ് എന്നുണ്ട്. ഇതിവിടെ കിടക്കാൻ പറ്റുമെന്ന് അറിയില്ല. ജർമ്മനി കയറി. പക്ഷെ എന്നാ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു കൺട്രോൾ ഉണ്ടായിരുന്നു, അതിൽ കയറിയില്ല. ഒക്കെയാണ് നമ്മൾ വണ്ടിയും കൊണ്ട് പോകുന്നത് കേട്ടോ. സ്ഥലം കാണാൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ പറഞ്ഞു, എന്നാലേ സ്ഥലം കാണാൻ പറ്റുള്ളൂ നമുക്ക്. ഇല്ലേ പിന്നെ 900 യൂറോ എന്ന് പറയുമ്പോൾ ഏകദേശം 1 ലക്ഷം രൂപ. ഫ്രാൻസ്, ബെൽജിയം ഞാൻ പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. ലക്സംബർഗ് ഇവിടെയൊക്കെ 90 സ്പീഡാണ് ട്രക്കിന്. ഹായ്, എന്തുണ്ട്, സുഖമല്ലേ? അപ്പോൾ നമ്മുടെ ഫ്രാൻസ് ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. താഴെ കൂടെ കണ്ടോ ട്രെയിലർ പോകുന്നത്. ഇഷ്ടംപടി റോഡുണ്ട് കേട്ടോ താഴെ മേലേക്ക്. A22 ആണ്. A22 ഇപ്പോൾ ഓടി തീർന്നുകൊണ്ടിരിക്കുന്ന ഭാഗം കേട്ടോ. മല താഴെ കൂടെ കണ്ടോ ട്രെയിലർ ഇങ്ങനെ കറങ്ങി നമ്മുടെ റോഡിലേക്കാണ് വരുന്നത്. എന്ത് ചെറുതാണെന്നുണ്ടോ റോഡൊക്കെ. ചെറിയ റോഡാണ് കേട്ടോ. വണ്ടിയൊക്കെ വരുന്നുണ്ടോ? വണ്ടിയെല്ലാം വരുന്നുണ്ടോ? അത്ര അടുപ്പിച്ചാൽ വരിക. ആ മുമ്പിൽ പോയ വണ്ടി ടെസ്ലയായിരുന്നു. ടെസ്ലയ്ക്ക് വീതി കൂടുതലാണ് കേട്ടോ. പുതിയ ബെൻസ് വരുന്നു. പുതിയ ബെൻസൊക്കെ അടിപൊളിയാണല്ലോ. സ്റ്റിക്കർ വർക്ക് കയറ്റുന്നുണ്ട് കേട്ടോ ഇവിടെ. പുതിയ മോഡൽ ബെൻസ് നല്ല രസമുണ്ട് സ്റ്റിക്കർ വർക്ക് കയറ്റി കഴിയുമ്പോൾ. നമുക്ക് വണ്ടി സൈഡാക്കാനുള്ള സമയമായി. ഏകദേശം സൈഡാക്കേണ്ട സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓസ്ട്രിയ കയറാനായി കേട്ടോ. ഓസ്ട്രിയയിലേക്ക് അടുത്തോണ്ടിരിക്കുന്നുണ്ട്. ഇത് ഇവിടുത്തെ SOS ആണ്. ഇവിടെ വണ്ടി വെക്കാണ്ടിരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന സംഭവം. അത് റോഡ് പണിയായിട്ട് ഈ യെല്ലോ ലൈൻ കണ്ടോ? യെല്ലോ ലൈൻ വരച്ചിട്ടിരിക്കുന്ന സ്ഥലത്തൊന്നും നമുക്ക് വണ്ടി വെക്കാൻ പറ്റൂല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പം നമ്മളൊരു ചെറിയ കയറ്റം കയറിയിട്ടുണ്ട് കേട്ടോ. അത് മറ്റേ ടൈം തീർന്നിട്ട് എന്തെങ്കിലും ആയിരിക്കും. 2 ഇട്ടിട്ടുണ്ട് കേട്ടോ. 2 വണ്ടി ഇട്ടിട്ടുണ്ട്. ഫ്രീസറുകാർ 2 കൂടി കമ്പനി അടിച്ച് പോകുന്ന ഒരേ കമ്പനി വണ്ടിയാണ്. എന്താണെന്ന് വെച്ചാൽ അവർക്ക് മുട്ടിച്ചോടുന്ന ആൾക്കാർ. ഒരു തടാകം കേട്ടോ അത്. ഓസ്ട്രിയ കയറി നമ്മളിപ്പോൾ എൻ്റെ സൈഡിൽ കൂടെ സ്പീഡ് ലിമിറ്റാണ്. നമ്മൾ ഇറ്റലി പാർക്ക് ചെയ്യണമെന്ന് വിചാരിച്ച, പക്ഷെ നടന്നില്ല. പാർക്കിംഗ് സ്ലോട്ട് കുറവാണ്. സമയം 8 മണിയായി. കിട്ടാണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതാട്ടോ. ഇപ്പോൾ ഇവിടെ വണ്ടി കൊണ്ടുവച്ചായിരുന്നു. നമ്മൾ ഏകദേശം വെച്ച് വണ്ടി ഓസ്ട്രിയ ആണ് കേട്ടോ. ഓസ്ട്രിയ കയറി പാർക്കിംഗ് സൈഡാക്കിയിട്ടുണ്ട്. ഇതിവിടെ കിടക്കാൻ പറ്റുന്നത്. ഞാനാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുമ്പോൾ ഇത് നോക്കിയിട്ടില്ല കേട്ടോ. ബോർഡ് ശ്രദ്ധിച്ചില്ല. അങ്ങനെ ഒരു വള്ളിക്കെട്ടുണ്ട്. പക്ഷേ ഇത് പാർക്കിംഗ് കുഴപ്പമൊന്നുമില്ല. നമ്മളന്നേരം ഇപ്പോൾ ഇവിടെ നിന്ന് പാർക്കിങ്ങിൽ വണ്ടി ഇടുക. അപ്പോൾ നാളെ രാവിലെ ഇവിടുന്ന് എടുത്തിട്ട് ചവിട്ടും കേട്ടോ. ഗ്ലാസ്സൊക്കെ ചെറിയ കച്ചറയൊക്കെ ഉണ്ട്. അതൊക്കെ ശരിയാക്കണം. നാളെ രാവിലെ എണീറ്റിട്ട് നമ്മൾ രാവിലെ എണീറ്റ് കുറേ വണ്ടി ഇങ്ങനെ പോകുന്നുണ്ട്. 5 മണി ആകുന്നതിൻ്റെ ഇപ്പറേ പോകുന്നുണ്ട് സമയം. 4:30 ആകുമ്പോഴത്തേക്കും വണ്ടിയെല്ലാം പോയി കാണുന്നുണ്ട്. ഞാൻ 4:30 ആയപ്പോൾ എണീറ്റു. നമ്മൾ 5 മണിയാകൊണ്ട് പോവില്ല. ഓസ്ട്രിയ ആയതുകൊണ്ട് കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് നേരത്തേക്ക് എണീറ്റ് പോകുന്നത് കുഴപ്പമില്ല. പക്ഷെ ഓസ്ട്രിയ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് പേടിയാണ്. വണ്ടി എടുത്തു. താഴെ കണ്ട വീടുകളാണ് കേട്ടോ. 5 മണി ആയതേ ഉള്ളൂ. കറക്റ്റ് 5 മണി സമയമാണ്. ഓസ്ട്രിയ ആണ്. അതുകൊണ്ട് ഇവിടുന്ന് നേരത്തെ വണ്ടി എടുത്ത് പോക്ക് നടക്കൂല. നമ്മൾ 8 മണീൻ്റെ അടുത്തായ 50 കണ്ടായപ്പോൾ വണ്ടി വെച്ചാട്ടോ ഇന്നലെ. അതുകൊണ്ട് നമുക്ക് 5 മണി കറക്റ്റാകുമ്പോഴേ വണ്ടി എടുക്കാൻ പറ്റുള്ളൂ. 9 hour റെസ്റ്റ്. അത് പൊട്ടു സ്ഥലമാട്ടെ. ഇന്നലെ ഇവിടെ തണുപ്പിലൊക്കെ കഴിഞ്ഞ ദിവസം പോയിട്ട് നമ്മൾ ചൂടെടുത്ത് പണ്ടാരടങ്ങി 2 മണിക്കൊക്കെ എണീറ്റിരിക്കുമായിരുന്നു കേട്ടോ. ഇവിടെ നല്ല അടിപൊളിയായിട്ട് കിടന്നുറങ്ങാൻ പറ്റി. എന്നാ സുഖമായിരുന്നു കിടന്നുറങ്ങുന്നത്. നല്ല ക്ലൈമറ്റ്. 9 ഡിഗ്രി ഇവിടെ. ഇറ്റലിയൊക്കെ 25 ഡിഗ്രി രാത്രി. നമ്മളിപ്പോൾ A12 റോട്ടിലുള്ള കേട്ടോ. നല്ല സ്ഥലമാണ്. അടിപൊളി കിടിലൻ സ്ഥലം. നേരമൊക്കെ വെളുത്ത് വരുന്നേ ഉള്ളൂ. ഓസ്ട്രിയ ഇന്ന് ബാനാണ് കേട്ടോ. കുഞ്ഞു തരംഗങ്ങളാണ്. അതാണ് ഇവിടുത്തെ രസവും. തരംഗമൊക്കെ നല്ല അടിപൊളിയാട്ടോ. നല്ല തരംഗങ്ങളാണ്. നല്ല രസമുണ്ട്. നമ്മൾ ഇറ്റലി ഒന്നും പോകുന്നവരല്ല. ഒരു കുറച്ച് റിച്ചായിട്ടുള്ള തരംഗങ്ങൾ കേട്ടോ. ചെറിയ തരംഗമുള്ളൂ. തരംഗം കയറുമാറും കഴിഞ്ഞു. നല്ല അടിപൊളി സ്ഥലമല്ലേ ഇവിടെയെല്ലാം. അടുത്ത തരംഗം കണ്ടോ വരുന്നത്. അത് വെറുതെ ഭൂമീൻ്റെ ആ നിരപ്പിനെ അതേപോലെ അടിച്ചിട്ടിരിക്കുക കേട്ടോ. അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെയാണ് ഇതൊന്നും തരംഗം അടിക്കൂല. ഈ കളർ തീമെല്ലാം കണ്ടോ? നല്ല രസമില്ല കാണാൻ. നല്ലൊരു വെറൈറ്റി കളറ്.
ബൈക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ. കുഞ്ഞിത്തുരങ്കമാണിത്. പിന്നെ ഇവിടെ ഒരു 16 കിലോമീറ്ററിൻ്റെ ഒരു തുരങ്കമുണ്ട് കേട്ടോ. അത്യാവശ്യം വലിയ തുരങ്കമുണ്ട്. അത് ഈ റോട്ടിലാണ്, ഞാൻ പോയിട്ടുണ്ട്. സ്പീഡ് കണ്ടോ മെൻഷൻ ചെയ്തിട്ട്, ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. ഇതിനകത്ത് കണ്ടോ മെൻഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ, എത്ര കിലോമീറ്റർ മുന്നോട്ടുണ്ട്, എത്ര ബാക്കോട്ട് എത്ര കിലോമീറ്റർ ഉണ്ട്, മുന്നോട്ട് എത്ര കിലോമീറ്റർ ഉണ്ട്, എല്ലാം മെൻഷൻ ചെയ്ത് വെക്കും കേട്ടോ. അത് ഇറ്റലിയിൽ ചില സ്ഥലങ്ങളിൽ ചില തുരങ്കങ്ങളിലുണ്ടാവും. ഈ ഓസ്ട്രേലിയ മിക്ക തുരങ്കങ്ങളിലും അങ്ങനെ മെൻഷൻ ചെയ്യും. സ്ഥലങ്ങളാണ് കേട്ടോ ഓസ്ട്രിയൻ്റെ ബ്യൂട്ടി. വീട്ടിലെ സ്ഥലങ്ങളാണ്, തുരങ്കങ്ങളുടെ കളിയാണ്. ഇത് കഴിഞ്ഞ് അടുത്ത തുരങ്കം വന്നു. അതൊരു മല കേട്ടോ, വലിയ മലയാണ്. ഈ തുളച്ച് പോകുന്നത്. ഏതാ രസം നോക്കി. അടുത്തതിൽ കയറി. നല്ല ലൈറ്റ് തീം കേട്ടോ. അതായത് സൂര്യൻ്റെ വെളിച്ചവും ഇതിൻ്റെ ഉള്ളിലത്തെ വെളിച്ചവും എല്ലാം അടിപൊളി, ഒരു രക്ഷയില്ല, കിട്ടില്ല. വെയിൽ വന്നിട്ട് അപ്പുറത്തെ മലയിലൊക്കെ അടിക്കുന്നത്, ഇവിടെയൊന്നും വെയിലടിക്കുന്നില്ല കേട്ടോ. ഇപ്പുറത്തെ ഇടത്തെ സൈഡെല്ലാം നല്ല ഹൈറ്റ് കൂടിയ സ്ഥലം, അതുകൊണ്ട് വെയിലാ മുന്നോട്ട് അടിക്കുന്നത്. ഓസ്ട്രിയ സ്ഥലത്തിന് പൈസ കേട്ടോ. അത് ഈ സൈഡത്തെ ഇതിൽ കയറുന്നത് ചെറിയ റോഡാണോ, വലിയ റോഡല്ല കേട്ടോ. ഇതിൽ നമ്മൾ വെയിലുള്ള സ്ഥലത്തെത്തി. ഇപ്പോൾ ഏകദേശം ഇവിടെ 50 കിലോമീറ്റർ സ്പീഡാണ്. വലിയ പറപ്പിക്കൽ നടക്കൂല. A12 കേട്ടോ. ബേക്കുന്ന വെയിൽ, അതുകൊണ്ട് നല്ല രസമുണ്ടാവും. സ്ഥലം കാണാൻ നല്ല ബ്യൂട്ടി ആയിരിക്കും. കയറി, പക്ഷെ എന്നാ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു കൺട്രോൾ ഉണ്ടായിരുന്നു, അതിൽ കയറിയില്ല. ഞാൻ ഈ വഴി ആദ്യമായിട്ടാണ്. ഇത് ലോക്കൽ റോഡാണ്. അത് എക്സിറ്റ് ആയപ്പം അവിടെ ഒരു കൺട്രോൾ ഉണ്ടായിരുന്നു, ഞാനതിൽ കയറിയില്ല കേട്ടോ. ആപ്പാടെ പണി കിട്ടി. ഇനി അതിൻ്റെ വരാൻ പോകുന്ന 900 യൂറോ ഉണ്ട് ഫൈന്. പറഞ്ഞിട്ട് കാര്യമില്ല, ഇങ്ങനെയൊക്കെ ഉണ്ട്. 900 യൂറോ എന്ന് പറയുമ്പോൾ ഏകദേശം 1 ലക്ഷം രൂപയായി. ഒന്നും പറയണ്ട കേട്ടോ, ആപ്പാടെ മൊത്തത്തിൽ വള്ളിക്കെട്ടായിപ്പോയി. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫൈൻ കിട്ടും കേട്ടോ. എന്താണെന്ന് അറിയത്തില്ല, നമ്മൾ മെമ്മറി കട്ടായി പോയതാണോ അതോ ബോധം പോയതാണോ എന്ന് അറിയത്തില്ല. ഞാൻ ഈ റൂട്ടിൽ കൂടെ ഞാൻ വന്നിട്ടുണ്ട് നേരത്തെ, പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഇങ്ങനെയൊക്കെയാണ്. ചില സമയത്ത് ഇങ്ങനെയൊക്കെയാണ്, നമുക്ക് ഫൈന് വരും. പക്ഷേ അത് നമ്മളിവിടെ ഉള്ളൊരു ഡ്രൈവറുണ്ട്, ഷബീർക്കാന്ന് പറയാം. നമ്മൾ പുള്ളീനായിട്ട് കോൺടാക്റ്റ് ചെയ്ത് ഇപ്പോൾ വിളിച്ച് ഫോൺ വെച്ചേ ഉള്ളൂ കേട്ടോ. പുള്ളി പറഞ്ഞു അത് 250 യൂറോ എന്നാണ് പറഞ്ഞത്, 900 അല്ല. അപ്പോൾ നമ്മുടെ വേറൊരു ചങ്ങായിക്ക് 900 യൂറോ കിട്ടിയ ചരിത്രമുണ്ട്. അതുകൊണ്ട് ഞാൻ ആപ്പാടെ പേടിച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. എന്തോ ഭാഗ്യം 900 കിട്ടൂല, 250 എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാൻ ജർമ്മനിക്ക് രാത്രിയാണ് പൊതുവെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടെ എല്ലാം പാസ്സാവുക. നമ്മൾ രാത്രിയുടെ രാജാക്കില്ല, പൈസ പോകാൻ യോഗമുണ്ട്. അതുകൊണ്ടാണ്. കൃഷി സ്ഥലമാണ് കേട്ടോ. എന്തിൻ്റെ കൃഷിയാണെന്ന് അറിയത്തില്ല. അടിപൊളിയല്ലേ. എൻ്റെ അപ്പുറത്തുണ്ടോ സൈക്കിൾ ട്രാക്ക് കിടക്കുന്നുണ്ടോ, നല്ല അടിപൊളിയായിട്ട് സൈക്കിൾ ചവിട്ടി പോകുന്നുണ്ട് ആൾക്കാർ. ലോക്കൽ റോഡാണ് കേട്ടോ. യെല്ലോ ലൈൻ റോഡാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ ചെയ്യുക, എന്നാലും നമുക്കൊരു സങ്കടം. 10-25,000 രൂപ എന്നാൽ കുഴപ്പമില്ല. നമുക്ക് ദൈവം അത് പോകാൻ വേണ്ടി വിധിച്ച പൈസ, അപ്പോൾ അത് പോട്ടെ, കുഴപ്പമില്ല. ഇപ്പോൾ പോകുന്ന റോഡ് മൊത്തം ഇതേപോലത്തെ ലോക്കൽ റോഡാണ്. ലോക്കൽ റോഡിൽ കൂടെ പരമാവധി പോകാൻ, നമുക്കത് വലിയ പ്രശ്നമൊന്നുമില്ല, നമ്മൾ പോകും കേട്ടോ. ജർമ്മനിയുടെ ഉള്ളേരിയയിലുള്ള റോഡാണ് കേട്ടോ. അതായത് യെല്ലോ ലൈൻ റോഡ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ സ്പീഡ് ലിമിറ്റ് എല്ലാം കുറവാണ്. ഇവിടെ 70 ഉണ്ടാവുള്ളൂ. നല്ല സ്ഥലമല്ലേ, എന്താ അടിപൊളിയായിട്ട് നിൽക്കുന്നത് കണ്ടോ. ഇപ്പുറ സ്ഥലം കണ്ടോ, ഒരു വനം പോലെയാണ് നിൽക്കുന്നത്. ഉള്ളിലേക്കൊന്നും ഒരു വെയിലിൻ്റെ വെളിച്ചം പോലും ഇറങ്ങാത്ത രീതിയിൽ നല്ല കട്ടയ്ക്ക് നിൽക്കുന്നു. ബൈക്കുകളുണ്ടോ, ബൈക്കുകൾ രണ്ട് സൈഡും എന്തോ കോവൽ കൃഷിയാണ്. നമുക്കറിയുന്ന അതൊക്കെയല്ലേ ഉള്ളൂ, അതുകൊണ്ട് പറഞ്ഞാട്ടോ. മരം നിൽക്കുന്നുണ്ട്, നല്ല അടിപൊളിയല്ല. ഇവിടെ ഇപ്പം നമ്മൾ ഈ പോകുന്ന റൂട്ട് നല്ല അടിപൊളി വ്യൂ ഉണ്ട് കേട്ടോ. കിട്ടില്ല വ്യൂ, നല്ല
എന്താ പറയുക, നല്ല അടിപൊളി വ്യൂ കിട്ടുന്ന സ്ഥലമുണ്ട്. അതിലേ പോകുന്നത്. ടൗൺ ഏരിയ കൂടെ ഒന്നുമില്ല, നല്ല കിടിലം വ്യൂ വരുന്ന സ്ഥലമുണ്ട്. നമ്മളിപ്പോൾ ഈ പോകുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് ഈ കനാലിൻ്റെ അപ്പുറം സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. അടിപൊളിയാണ്. എല്ലാവരും വന്ന് അത്യാവശ്യം വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കുന്ന സ്ഥലമാണ് ഇവിടെ. ഇതൊരു വ്യൂ പോയിൻ്റ് പോലത്തെ സ്ഥലമായിട്ടോ ഈ പാർക്കിങ്. അവിടുന്ന് ആളുകൾ ഫോട്ടോ എടുക്കും. അവിടെ ഇരുന്നിട്ടൊക്കെ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് ഫോട്ടോ എടുക്കുന്ന സ്ഥലമാണ്. പാർക്കിങ് അടിപൊളി പാർക്കിങ് കേട്ടോ. അത് ഞാൻ ഒരു പ്രാവശ്യം അവിടെ വണ്ടി കൂടെ പോകുന്ന കേട്ടോ. ചെറിയ റോഡും കാര്യങ്ങളൊക്കെയാണ്. 2 വണ്ടി പാസ്സാവും, അതേക്കൂട്ട് റോഡാട്ടോ. ജർമ്മനി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടെ കയറി കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ് കാണാൻ. നല്ല ബ്ലോക്കും. 30 കിലോമീറ്റർ സ്പീഡ് ലിമിറ്റും കഴിഞ്ഞു. ഇവിടുന്ന് ഇനിയും കുറച്ച് സ്പീഡ് പോകും. ഏകദേശം ഇങ്ങനത്തെ റോട്ടിൽ കൂടെ തന്നെയാണ് മൊത്തത്തിൽ ഓടി ഇനിയും പരമാവധി നമ്മൾ ഫ്രാൻസിലേക്ക് കയറുന്നത്. കാരണം ഇതൊരു സ്വിറ്റ്സർലാൻഡിൻ്റെ ഒരു മൂലയ്ക്ക് കൂടെയുള്ള റോഡാണ് ഈ പോകുന്നത്. ഇങ്ങനെ പോലെ അങ്ങ് പോയിക്കൊണ്ടിരിക്കും കേട്ടോ. ദൂരമാണ്, എന്നാലും വലിയ കുഴപ്പമില്ലാത്ത 75 കിലോമീറ്റർ സ്പീഡെന്നൊക്കെ ഉള്ള രീതിയിൽ ചവിട്ടും കേട്ടോ. അല്ലാണ്ട് നന്നാ സ്പീഡ് കുറച്ചാൽ കാര്യമില്ല. ഇതിൻ്റെ താഴെ കുഴപ്പമുണ്ടോ റോഡ് പോകുന്നത്. ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ ഇതേ കൂട്ട് റോഡാണെങ്കിൽ തന്നെ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. നമ്മുടെ നാട്ടിൽ പൊതുവെ വളവും തിരിവും അല്ലേ റോഡുകൾ. ഇവിടെ പരമാവധി സ്ട്രെയിറ്റ് ആയിരിക്കും. അതുകൊണ്ട് പരമാവധി ഒരേ സ്പീഡിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. അങ്ങനെ ഒരു ഗുണമുണ്ട്. അവിടെ ഒരു ഒറ്റപ്പെട്ടൊരു വീട് തന്നെയല്ലേ, വീടല്ലാന്ന് തോന്നുന്നു. അപ്പുറത്ത് ഇതിൻ്റെ ഉള്ളിലാണ് വീട് കേട്ടോ. വീടുണ്ട്. അത് 2020 ട്രെയിലറാട്ടോ. കേട്ടോ ഫുള്ള് കാടാണ് കേട്ടോ. ഇവിടെ കാടൊക്കെയാണ്, പക്ഷെ എന്നാലും അതിനൊരു ബ്യൂട്ടി ഉണ്ട്. അതാ രസം. സ്ഥലം കാണാൻ അത്ര മനോഹരമാണ് ഇവിടെ. ഇവിടെയൊക്കെ ഒരു മനുഷ്യനില്ല. അപ്പുറം ഇപ്പുറമൊന്നും ഒരു മനുഷ്യനുണ്ടാവില്ല കേട്ടോ. ഇവർ താമസിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഒന്നിച്ച് ഒരു കൂട്ടം കൂടായിട്ട് ജീവിക്കും. അത് ഏരിയകളിലേക്ക് വീടുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പിന്നീട് ഒരു കൂട്ടമായിട്ട് ഉണ്ടാവും കേട്ടോ. ഒരു ബെൻസോ ഒന്നും ഉണ്ടാവും. റൂഫൊക്കെ ഓപ്പൺ ആക്കി വെച്ചിട്ട് മുടിയൊക്കെ പറന്നു പോകുന്നു തോന്നുന്നു. ഏകദേശം ഒരു 1650 കിലോമീറ്റർ ഉണ്ടായിരുന്നു കേട്ടോ ടോട്ടല്. കമ്പനി ഡീസൽ ലൊക്കേഷൻ ഇട്ടിരിക്കുന്നത് നമുക്ക് ഓസ്ട്രിയ വഴിയായിരുന്നു. അപ്പോൾ ഓസ്ട്രിയ വഴി ഇങ്ങനെ വളഞ്ഞ് മൂക്ക് പിടിക്കുന്ന പോലെ നമ്മളിപ്പോൾ ഈ റോഡ് കയറി വന്ന്. ഇല്ലെങ്കിൽ ഫ്രിജൂസ് ടണൽ വഴിയൊക്കെ പോകണം. അതിലേ പോകുമ്പോൾ ടോള് ഭയങ്കര, അതുകൊണ്ട് അതിലേ വിടാത്തതാണ് കേട്ടോ വണ്ടി. അതുകൊണ്ട് നമ്മൾ ഇതിലേ ആയതുകൊണ്ട് ഒരു ഏകദേശം ഒരു 400-500 കിലോമീറ്ററിൻ്റെ മാറ്റം വന്നു. ഞാൻ അവിടെ നിന്ന് ഗൂഗിൾ മാപ്പ് ഇട്ട് നോക്കുന്ന സമയത്ത് 1150 അങ്ങനെ എന്തോ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 500 കിലോമീറ്റർ കൂട്ടിക്കോ, അത്രയും മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ റോഡിന്. അപ്പോൾ അപ്പുറത്തെ പോകുന്നതും ഈ 500 കിലോമീറ്റർ ഓടുന്നതും തമ്മിൽ എത്ര മാറ്റം ഉണ്ടെന്ന് ആലോചിക്കണം. അത് ഇതിൻ്റെ പൈസയല്ലേ, ടോള്. ഫ്രിജൂസ് ഒരു ടണലാണ്, ആ ടണൽ വഴി പോയിട്ടുണ്ടെങ്കിൽ അത്ര പൈസ ടോളുണ്ട്. അതിലും ലാഭമാണ് ഇതിലേ വരാൻ വേണ്ടി. അതുകൊണ്ടാണ് ഇതിലേ വരുന്ന വണ്ടി. ഇതാണ് ഞാനിപ്പോൾ വന്നിട്ടാണ് ഈ ഉള്ളേരിയ വഴി ലോക്കൽ റോഡൊക്കെ ഈ ഓടിക്കൊണ്ടിരിക്കുന്നത്. സിംഗിൾ റോഡ് കേട്ടോ, സിംഗിൾ റോഡ്, ഒന്നും പറയണ്ട. റോട്ടിൽ കൂടെ നമ്മളിപ്പോൾ ഈ പോകുന്നത്. ഇത് കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇങ്ങനത്തെ റോട്ടിൽ കൂടെ ഓടി നല്ല ശീലമുണ്ട്. അതുകൊണ്ട് വലിയ വിഷയമില്ല. മയത്തിലങ്ങ് പൊക്കോളും കേട്ടോ. എല്ലാ വണ്ടിയുണ്ട്, ട്രെയിലർ ഇഷ്ടം വണ്ടിയുണ്ട് ഇങ്ങനെയുള്ള റോട്ടിൽ കൂടെ ഒക്കെ. പിന്നെ ഈ ലിത്വാനിയൻ കമ്പനികളൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള റോട്ടുകളിൽ കൂടെ വണ്ടി വിടുകയുള്ളൂ കേട്ടോ. കുറേയൊക്കെ അവർ ഈ ടോൾ റോട്ടിൽ കയറൽ വളരെ കുറവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ടോൾ കട്ടാക്കിയാണ് ഓടൽ. അതുകൊണ്ടാണ് കേട്ടോ. റോട്ടിൽ കൂടെ പോകുന്ന വണ്ടികളുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പാർക്കിങ്. കുഞ്ഞ് പാർക്കിങ് കേട്ടോ. പാർക്കിംഗ് ഒക്കെ ഉണ്ട്, വളരെ കുറവായിരിക്കും. അടിപൊളി സ്ഥലങ്ങളല്ലേ, സ്ഥലങ്ങളൊക്കെ അടിപൊളിയാണ്. ഇത് ചെറിയ റോഡാണെന്ന് അറിയിക്കുന്ന ഒരു ഉദാഹരണമാണ് ആ ഇരിക്കുന്ന മഞ്ഞ ബോർഡ് കേട്ടോ. മഞ്ഞ ബോർഡ് ഇതിൻ്റെ ഉദാഹരണം. ഈ റോഡ് ചെറിയ റോഡാണെന്നോ. നല്ല കറക്കോട്ടെ ഈ റോഡ്, നല്ലോണം കറങ്ങിയാണ് പോകുന്നത്. കുഴപ്പമൊന്നുമില്ല, നമുക്ക് കിലോമീറ്റർ ആവും. ദിവസം കൂടുന്നില്ല, ദിവസം കൂടുമായിരുന്നു അടിപൊളിയായിരുന്നു.
ഇതിപ്പോൾ നാളെ രാവിലെ ഇറക്കേണ്ടതാണ് 9 മണിക്ക്. ഇനി ഇന്ന് ഓടാൻ വേണ്ടിയുള്ള 3.5 മണിക്കൂർ 646 കിലോമീറ്റർ ഓടാം. ഇതെല്ലാം തനി ഗ്രാമങ്ങളാണ് കേട്ടോ. ഇതുണ്ട പണിയെടുക്കുന്നുണ്ട്. ഇതൊക്കെ പഴയൊരു വീടാണ്. അടിപൊളിയല്ലേ? പിന്നെ ഇവിടെ ഇതെന്തോ ഒരു ഷോപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതിലേറെ കണ്ടോ സൈക്കിള് ഒക്കെ ആയിട്ട് 2 ആളെ കൊണ്ടുവന്നിട്ട്. ഇവിടെയുള്ളൊരു ഗുണം എന്നാന്ന് വെച്ചാൽ ഈ ചിമിട്ടയായിരിക്കുന്ന പിള്ളേരെ കൊണ്ട് സൈക്കിൾ ഓടിപ്പിക്കും കേട്ടോ ഇവർ. അതായത് ചെറുപ്പം മുതലേ ഇവരെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുവാണ്. പിന്നെ വലുതാകുമ്പോൾ പിന്നെ അവർ സ്വന്തം അവരുടെ ഇഷ്ടത്തിനങ്ങ് ജീവിക്കാൻ വേണ്ടി. ആ ഒരു കാര്യത്തിൽ ഇവരെ നമ്മൾ അംഗീകരിച്ചു കേട്ടോ. എല്ലാ കാര്യങ്ങൾക്കും വേറെ അത്ര അടിപൊളിയായിട്ട് ഇവർ ഡെവലപ്പാക്കി എടുക്കും. അവിടെ എല്ലാം കണ്ടോ എന്ത് രസമെന്ന് നോക്കിയാൽ കാണാം. ഈ സ്ഥലമൊക്കെ കൃഷിസ്ഥലമാണ്. കുറച്ച് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. എന്താ ലുക്കെന്ന് നോക്കി. തനി മറ്റെന്താ പറയുക ഗ്രാമപ്രദേശമാണ് കേട്ടോ. നല്ലൊരു ഇറക്കം കേട്ടോ. നല്ലൊരു ഇറക്കം ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന വണ്ടി. ഇപ്പോൾ സൈഡെല്ലാം കെട്ടി വെച്ചിട്ടുണ്ട്. എന്ത് രസത്തിലൊരു ബൈക്ക് വരുന്നുണ്ട് കേട്ടോ. കയറി പോവുകയാണെങ്കിൽ അടിപൊളിയായിട്ടൊരു വ്യൂ കാണാം. കയറാൻ പറ്റൂല. അതേക്കൂട്ട് വളവും കാര്യങ്ങളൊക്കെ ഇവിടെ. റോഡ് വളരെ അബദ്ധമെന്നല്ല, റോഡ് നന്ന ചെറിയ റോഡാണ് കേട്ടോ. അതുകൊണ്ടാണ്. എന്താ അടിപൊളി സ്ഥലമെന്നുണ്ടോ. സ്ഥലങ്ങൾക്കൊക്കെ അടിപൊളി രസമുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ കാണാൻ വേണ്ടി നല്ല രസമുള്ള സ്ഥലങ്ങളാണ്. നമുക്ക് ബ്രേക്കിങ് പരിപാടി നടപടി ആവില്ല കേട്ടോ. ഇനിയിപ്പോൾ ആവാൻ കയറും. ഇപ്പോൾ ബ്രേക്കിങ് പറ്റൂല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തു നല്ല പുക വരും. ഇന്നലെ ഞാൻ അവിടുന്ന് സഡൻ ബ്രേക്ക് അടിക്കുമ്പോൾ ഞാൻ ബേക്കിൽ ഒരു മാൻ്റെ വണ്ടി വന്നിട്ട് സഡൻ ബ്രേക്ക് അടിച്ചിട്ട് ഞാൻ കണ്ടായിരുന്നു. പുക 4 ഭാഗവും പുക തള്ളിക്കളഞ്ഞു കേട്ടോ. അതേപോലത്തെ ചവിട്ടായിരുന്നു ഇന്നലെ എല്ലാവരും ചവിട്ടിയത്. ഞാനും അതെ നല്ല ചവിട്ട് വെട്ടി. ഞാൻ വെട്ടിച്ച് മാറ്റിയായിരുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ട്. ചില സമയങ്ങളിൽ നല്ല ചവിട്ടി ചവിട്ടേണ്ടി വരും ബ്രേക്കൊക്കെ. കണ്ടോ റോഡൊക്കെ കണ്ടോ. അല്ല അത്രയ്ക്ക് ചെറിയ റോഡുകളാണ് ഇതൊക്കെ. 141 കിലോമീറ്റർ കൂടെ ഉണ്ട് കേട്ടോ വണ്ടി ഓടാൻ വേണ്ടി. വലിയ വളവാ വരാൻ പോകുന്നത്. അത്യാവശ്യം വലിയൊരു വളവ് വേണ്ട. അതിൻ്റെ മേലെ തന്നെ ഒരു വീടുമുണ്ട്. ബൈക്കാരൻ കയറുമായിരുന്ന കാണാമായിരുന്നു കേട്ടോ. പക്ഷേ ഇതുണ്ടോ വീട് കണ്ടോ. അടിപൊളി ഒരു വീട്. അതിന് കയറാൻ പറ്റൂല. ഇപ്പോൾ അവർക്ക് പ്രയോറിറ്റി കുറവാണ്. ആ ബൈക്കാരൻ അങ്ങോട്ട് പോയി. അവിടെ സൈഡാക്കി കേട്ടോ. കാണാനുള്ള യോഗമില്ല. ഇല്ല അടിപൊളി ഒരു ബൈക്ക് കാണാമായിരുന്നു. സ്ഥലം കണ്ട എന്താ രസം. കിൻഡൽ സ്ഥലമല്ലേ. താഴെ കണ്ടോ വീടുകൾ. അടിപൊളി. എന്താ ചെറിയൊരു വളവ്. താഴോട്ട് നല്ല കട്ടിങ് ആണ്. അതൊരു വീടാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഒരു വീട് തന്നെയാണോ എന്ന്. കാരണം അത്രയ്ക്ക് വലിയ സൈസാണ്. ട്രക്കെല്ലാം വരുന്നുണ്ടോ. എന്താ രസം കണ്ടോ വരുന്നതാണ്. താഴെയൊക്കെ വീടാണ്. താഴെ സൈഡിലും ഇവർ ഈ മലയ്ക്ക് വീട് വെക്കുന്നത് എന്തോ ഭ്രാന്താന്ന് തോന്നുന്നു. സ്ഥലം കാണാൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വരണം. എന്നാലേ സ്ഥലം കാണാൻ പറ്റുള്ളൂ നമുക്ക്. ഇല്ലേ പിന്നെ മെയിൻ ഹൈവേകൾ വഴി പോയി കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു സുഖം ഉണ്ടാവില്ല. വ്യൂ കിട്ടൂല ഇത്രയും നല്ല അടിപൊളി. കിട്ടില്ലല്ലേ. ഞാൻ ഇതിന് മുന്നേ ഇതിലേ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിന് മുന്നേ ഞാൻ വന്നിട്ടുണ്ട് ഇതിലെ. ഇവിടുത്തെ സ്ഥലത്തിനാ പൈസ കേട്ടാ.
എന്താ പറയുക, സൂപ്പർ സ്ഥലം കണ്ട. ഈ സൈഡെല്ലാം കണ്ടോ ഇതാക്കി വെച്ചിരിക്കുന്ന ചെടിയും കൊണ്ടൊക്കെ അലങ്കരിച്ച് വെച്ചിരിക്കുന്ന വീടൊക്കെ റോട്ടിലാണല്ലോ. അടിപൊളി. എല്ലാം കണ്ട ഏതാ സ്ഥലം എന്നുണ്ട്. ഇതിലേക്കാണ് നമ്മൾ വണ്ടിയും കൊണ്ട് പോകുന്നത് കേട്ടോ. ഇത് രണ്ട് സൈഡിലും ബിൽഡിങ്ങുകളാണ് കേട്ടോ. ഇത് കടകളും കാര്യങ്ങളും അങ്ങനെ പല ഇതിലുള്ള ഇത്. യൂറോപ്പ് എന്ന് പറയുന്ന സാധനം കാണണമെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ യൂറോപ്പ് കാണൂ. മെയിൻ റോട്ടിൽ കൂടെ പോകുമ്പോൾ ഒരു സുഖം കിട്ടൂല. പക്ഷേ ഇങ്ങനെയുള്ള റോട്ടിൽ കൂടെ വരുമ്പം വല്ലാത്തൊരു വ്യൂ തന്നെ നമുക്ക് കാണാം. വ്യൂ ഏതാണ്ട് കിടില സ്ഥലമല്ലേ. അതൊരു പാറക്കല്ലാണ് കേട്ടോ. പാറക്കല്ലിൻ്റെ അടുത്ത് വെട്ടിയിട്ട് അങ്ങനെ റോഡാക്കിയ സ്ഥലം. സ്ഥലങ്ങൾ അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. അങ്ങോട്ട് ഇടത്ത വശത്തേക്ക് റോഡ് കണ്ടോ പോകുന്നത്, ടണല്. ഇതിലുള്ള ഒരു SOS ആണ് കേട്ടോ. ഒരു കാടിൻ്റെ സൈഡിൽ ചെറിയൊരു ഇത് പാർക്കിങ്. നമ്മളെ ഒരു 4.5 മണിക്കൂറുടെ റെസ്റ്റും കൂടി എടുത്തിട്ട് പോകാനുള്ള പരിപാടിയാണ്. അന്നേരപ്പോൾ പിന്നീട് നമുക്ക് ഒരു 4 മണിക്കൂർ വണ്ടി ഓടാം. 4 മണിക്കൂർ ഓടിയിട്ട് വണ്ടി സൈഡാക്കാം കേട്ടോ. അങ്ങനെ ഒരു ട്രെയിൻ വരുന്നുണ്ട്. അതിലെ എന്ത് രസമായിട്ടാണ് വരുന്നതെന്നുണ്ടോ. എന്ത് ചെയ്തു? അതെ, അതിനകത്ത് കൂടെയാണ് പോകുന്നത് കേട്ടോ. ഉള്ളിൽ കൂടെ ആയിപ്പി കാണുന്നുണ്ടോ അറിയത്തില്ല. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാണും കേട്ടോ. ഉണ്ടാവുന്നത് റെഡ് കളറ് അടിപൊളി. അതേപോലെ അവിടെ ഒരു മല കണ്ടോ, കുത്തനെ അടിച്ച് താത്തിയിട്ടുള്ള കേട്ടോ. ഒരു മരമണ്ടി ഇപ്പോൾ പോയെ. എന്ത് ഇതായിട്ടാന്ന് പറയാം. നമ്മുടെ നാട്ടിലേക്കാളും ഭയങ്കര കുത്തനെ അടിച്ച് താത്തിയിട്ടുണ്ട്. കോറയാണ് കേട്ടോ. ഞാൻ പറഞ്ഞ കോറ എന്ന് പറയുന്ന സംഭവം ഇതാന്ന് കേട്ടോ. എന്ത് അടിപൊളിയായിട്ട് അടിച്ച് താത്തിയെന്ന് നോക്കി. ഇവർ കട്ടിങ് ഇടുന്നുണ്ട് കേട്ടോ. കട്ടുകട്ടായിട്ടാണ് താക്കുന്നത്. എന്താ ഇതല്ലേ, ഇതൊക്കെ ഭയങ്കര ഹൈറ്റ്, വലിയ മലയാണ് കേട്ടോ. അതിങ്ങനെ താത്തി എടുത്തിരിക്കുന്നത്. നല്ല ഓടാറുണ്ട്. 4 മണിക്കൂർ ഓടുക, അതിന് ശേഷം വണ്ടി സൈഡാക്കുക. നാളെ രാവിലെ എണീറ്റ് നമ്മൾ ഓടും കേട്ടോ. ഫുൾ ഏരിയ റോഡ് തന്നെ, മാറ്റമൊന്നുമില്ല. ഉള്ളിൽ കൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്രാവശ്യത്തെ ട്രിപ്പ് ഏകദേശം ഒരു 1650 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ടോട്ടല്. സഡൻ ബ്രേക്ക്. ഈ ട്രിപ്പ് ഫുള്ള് സഡൻ ബ്രേക്കിൻ്റെ കളിയാട്ടോ. അത്യാവശ്യം ലോക്കൽ റോഡാണ് ഫുള്ള് വരുന്നത്. അതുകൊണ്ട് നമ്മളെ ലൈറ്റ് ഇട്ടിട്ട് കയറാൻ വേണ്ടി കൊടുത്താവും. അപ്പോൾ അതുകൊണ്ടാട്ടോ. അപ്പോൾ അങ്ങോട്ടും കൂടെ അവൻ ഇങ്ങനെ കൈപൊക്കും, നമ്മളും അതേപോലെ വെറുതെ കൈപൊക്കി കാണിക്കും. അത് അവർ കാണും. ഡ്രൈവർമാർ തമ്മിലുള്ള കണക്ഷൻ. അപ്പം നമ്മൾ ഏകദേശം ജർമ്മനി ഇപ്പോൾ ഓടി തീരാനായി. ഇനിയിപ്പം ഫ്രാൻസിലേക്ക് കയറുക. ഈ ഫ്രാൻസിലേക്ക് കയറി കഴിഞ്ഞാൽ നല്ല റോഡാണ്. ഇനി അവിടെ ചെന്നിട്ട് ഇനിയും വേറെ പട്ടിക്കാട് ഇറക്കി വിടുമെന്ന് സംശയമുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് നോക്കാം. എന്താ റോഡെന്ന് കണ്ടാ. ഇതേക്കൂട്ട് സ്ഥലങ്ങളിലൂടെയാണ് നമ്മൾ വണ്ടിയും കൊണ്ട് പോകുന്ന സ്ഥലങ്ങൾ കേട്ടോ. ഇത് കുഴപ്പമുണ്ടോയെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. കിട്ടുന്ന സ്ഥലമല്ലേ മൊത്തത്തിൽ. വണ്ടി കേട്ടോ ഈ സ്ഥലങ്ങളിലൂടെ. കാരണം ഇത് ഫ്രാൻസിലേക്ക് കയറുന്ന റോഡായതുകൊണ്ട് നല്ല വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലാണുള്ളത്. ഈ പാലത്തിന് നടുക്കുന്ന് നമ്മൾ ഫ്രാൻസിലേക്ക് കയറും കേട്ടോ. അതാണ് ബോർഡർ. ഈ വെള്ളത്തിൻ്റെ ഉള്ളിലാണ് ബോർഡർ വരുന്നത്. അതിൻ്റെ സെൻറ്ററിൽ ഒരു ബോർഡും ഉണ്ടാവും ഫ്രാൻസിൻ്റെ. അപ്പം നമ്മൾ ഏകദേശം എത്താനായി. അതാ അവിടെ ഒരു ബോർഡുണ്ട് ഫ്രാൻസ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പുറത്ത് ഡച്ച്ലാൻഡ് എന്നുണ്ട്. ഇതാ ഫ്രാൻസിൻ്റെ ബോർഡ് വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രാൻസിൽ ഒരു ഇതാണ് കേട്ടോ. കനാലല്ല, ഇത് പുഴ തന്നെയാണ്. നമ്മളിപ്പോൾ കറക്റ്റ് ഫ്രാൻസിലുണ്ട്. ഇതിപ്പോൾ ചെറിയ റോഡാണ്. ഇനിയും വലിയ റോഡിലേക്ക് കയറും നമ്മൾ. ഇതേക്കൂട്ട റോഡാണെങ്കിൽ നമ്മൾ ജർമ്മനിയിൽ നിന്ന് വന്നതും രണ്ടും ഒരേ റോഡ് തന്നെയാണ് കേട്ടോ. വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇപ്പം നമ്മളിത് വലിയ റോഡിലേക്കാണ് കയറുന്നത്. പിന്നെ ഇവിടെയൊക്കെ 90 സ്പീഡ്. അങ്ങനെ ഒരു ഗുണമുണ്ട്.
പറപ്പിക്കൽ തന്നെ എല്ലാവരും വണ്ടി കൊണ്ട്. ഫ്രാൻസ്, ബെൽജിയം ഞാൻ പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. ലക്സംബർഗ് ഇവിടെയൊക്കെ 90 സ്പീഡാണ് ട്രക്ക്. വെള്ളത്തിൻ്റെ കളർ കണ്ടോ, പച്ച കളർ കേട്ടാ. നേരത്തേക്ക് ഒരു വൃത്തികെട്ടവൻ കയറിപ്പോയി. പറപ്പിക്കലെങ്ങനെ ആശാൻ. നമ്മൾ ലൈറ്റ് ഇട്ട് കൊടുത്തപ്പോൾ അവൻ നേരെ എൻ്റെ ഉള്ളിലേക്ക് കയറി കണ്ട. അതാണ് ടാങ്ക്സ് ഒന്നും കിട്ടിയില്ല, എന്നാന്ന് അറിയത്തില്ല, അവൻ തന്നില്ല. ഭയങ്കര കാറ്റ് കേട്ടാ. ഏതാ കാറ്റ്? ഓ പൊങ്ങിയില്ല. ഞാനോർത്ത് എന്നാ പറ്റിയത്. ഭയങ്കര കാറ്റ്. നമ്മളെ ഗൾഫിലൊക്കെ ഏകദേശം ഒരു കാറ്റിൻ്റെ അതേ ഫീൽ ചെയ്യുന്നു കേട്ടോ. അത്രയ്ക്ക് ഭയങ്കര കാറ്റ്. പക്ഷെ എന്നാലും ചെറിയൊരു തണുപ്പുണ്ട്. 30 ഡിഗ്രി ടെമ്പറേച്ചർ. താത്തി കഴിഞ്ഞാൽ എല്ലാം കൂടെ കാറ്റുള്ള ഉള്ളിൽ കയറണ്ട. എന്നാ സൗണ്ടാന്നുണ്ടോ പുറത്ത്. അയ്യോ എൻ്റെ കറക്റ്റ്. കറക്റ്റം പോയ പണിയാ. മാരകാറ്റ്. ഫ്രാൻസ് കയറി ഫുള്ള് ലെവൽ സ്ഥലം കണ്ട കിടക്കുന്നത്. ഒരേ ലെവലിലല്ല മൊത്തത്തിൽ സ്ഥലം കിടക്കുന്നത്. അയ്യടാ ബ്ലോക്ക് വന്നല്ല. ഷാറാക്കില്ല. After 800 meters, cross the roundabout and take the second exit, D400. മനസ്സിലായോ? നമ്മൾ ഗിയറിലും റെട്ടാർഡറും എല്ലാം ഒക്കെ ആയിട്ടാ. പിടിത്തം ബ്രേക്ക് വളരെ കുറവ് കേട്ടോ. നമ്മളിപ്പോൾ A4 റോഡിലാണ് ഇപ്പോൾ ഈ പറപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. A4 90 കിലോമീറ്റർ സ്പീഡിൽ പറപ്പിക്കാം. അടിപൊളി റോഡാണ്, കുഴപ്പമൊന്നുമില്ല. കിടിലൻ റോഡ് കേട്ടോ. വലിയ കിടലൊന്നുമല്ല, ജർമ്മനിയുടെ അത്രയും വലിയ കിടലൊന്നുമല്ല. അത് നടുക്ക് കൂടെ പാമ്പൊക്കെ വരച്ച് വെച്ചിട്ടുള്ള. അപ്പം അങ്ങനത്തെ വലിയ കുഴപ്പമൊന്നുമില്ലാത്ത റോഡ് കേട്ടോ. അപ്പം നമുക്ക് പുതിയതായിട്ട് കമ്പനി പുതിയതായിട്ട് പാർക്കിംഗ് ഒക്കെ ഇട്ട് തരാൻ തുടങ്ങി. അപ്പോൾ അത് അങ്ങനെ ഒരു വണ്ടിയും കൂടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ആ പാർക്കിങ് നമ്മൾ ചവിട്ടിപ്പിടിക്കലായിരിക്കും നമ്മുടെ മെയിൻ പരിപാടികൾ. ഈ നമുക്ക് വിഷയമൊന്നുമില്ല. നമുക്കിനി 132 കിലോമീറ്റർ 2.5 മണിക്കൂർ പുഷ്പം പോലെ ഓടിക്കയറും. പക്ഷെ അതല്ല, അത് നമ്മുടെ പ്ലാനിങ്ങിന് പരിപാടി നടക്കാണ്ടാവും. ചിലപ്പോൾ നമ്മൾ വണ്ടി പാർക്കിങ് തന്നാൽ നമ്മൾ ഓടിക്കയറാത്ത ഉള്ള സ്ഥലങ്ങൾ, ഓടിക്കയറാത്ത സ്ഥലങ്ങളിൽ പാർക്കിംഗ് ഒക്കെ ചിലപ്പോൾ തരും. അപ്പോൾ നമുക്ക് ചിലപ്പം ബുദ്ധിമുട്ട് വരും. ചിലപ്പോൾ, എപ്പോഴും വരുമെന്നല്ല, ചിലപ്പോൾ. ഇന്നിപ്പോൾ ഞാൻ അടിപൊളിയായിട്ട് ഓടിക്കയറും, കുഴപ്പമൊന്നുമില്ല. ഇതൊരു പാർക്കിംഗ് ആണ് കേട്ടോ. ഇത് അടിപൊളി ഒരു പാർക്കിംഗ് ആണ്. എന്താ അടിപൊളി നോക്കി. കിടില സ്ഥലം കേട്ടോ. നല്ല അടിപൊളി പാർക്കിംഗ്. ഫ്രാൻസിലുള്ള ഇത്ര അടിപൊളിയായിട്ടുള്ള പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ. ഇതാണ് ബാത്റൂം കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ വണ്ടി കൊണ്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കിടക്കട്ടെ, ഒരു 3/4 മണിക്കൂർ റെസ്റ്റ് കേട്ടോ. ഈ വണ്ടി ഉണ്ടോ, അതൊരു വെറൈറ്റി വണ്ടിയല്ലേ. ഇതെന്താ വണ്ടിയെന്ന് എനിക്കും അറിയത്തില്ല. അപ്പോൾ നമ്മളെ ബാത്റൂമിൽ പോക്കും പരിപാടിയൊക്കെ ഇതേപോലെയുള്ള സ്ഥലങ്ങളിലാണ്. ഇത് SOS കേട്ടോ, എമർജൻസി ഫോം വിളിക്കാൻ വേണ്ടി. അത് വേസ്റ്റ് ഇടുന്ന സ്ഥലം. ഇതാണ് ടോയ്ലറ്റ്. രണ്ടാൾക്കും കയറാൻ പറ്റും. ഇതാണ് ടോയ്ലറ്റാണ്. ഓ, ഇവിടെ ഇലക്ട്രോണിക് സാധനമല്ല, എന്നാന്ന് എനിക്കറിയത്തില്ല. ഇത് നമ്മുടെ ടിഷ്യൂൻ്റെ മേലെ വിരിച്ചിട്ടൊക്കെ ആയിരിക്കുള്ളൂ കേട്ടോ. ഇതിൻ്റെ മേലെ ഇങ്ങനെ വിരിച്ച് ആദ്യം ഇത് തുടയ്ക്കും. ഇതേപോലെ വിരിക്കും, അതിൻ്റെ മേലെ ഇരിക്കും കേട്ടോ. പാട്ടൊക്കെ ഉണ്ട് ഇവിടെ. മേലെ സൺപ്രൂഫൊക്കെ ഉണ്ട്. ആശാ 45 റെസ്റ്റിലാണ് ഉള്ളത് കേട്ടോ. 45 മിനിറ്റിൻ്റെ റെസ്റ്റിലാണ് ഉള്ളത്. ഇനിയിപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും ഫുഡൊക്കെ ചെറുങ്ങനെ കഴിച്ചിട്ട് പോകണം. നമുക്ക് വണ്ടിയും കൊണ്ട് പോകണം കേട്ടോ. ഏകദേശം ഇവിടുന്ന് ഒരു 150 കിലോമീറ്ററിനുള്ളിലേ ഉള്ളൂ. ഇനി 9 മണിക്കൊന്നും എത്തൂല. ഈ കിടക്കുന്ന ഈച്ച അടിച്ച് കിടക്കുന്നതാണ് കേട്ടോ. ഇത് മൊത്തം എത്ര ഈച്ച വന്ന് അടിച്ച് ചത്ത് പണ്ടാറടങ്ങുന്നതാണ് മൊത്തം. ഇതാണ് ഈച്ചകളെ കൊണ്ട് തൊല്ലയാണ്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ശരി.